DNA ഇന്ന് മലയാളത്തിൽ നിന്ന് റിലീസായ സിനിമയാണ്. TS സുരേഷ് ബാബുവാണ് ഈ സിനിമയുടെ സംവിധായകൻ. അദ്ദേഹം പണ്ട് ഒരുപാട് സിനിമകൾ ഹിറ്റ് സിനിമകൾ മലയാളത്തിന് നൽകിയതാണ്. കുറേ നാൾ മുൻപാണ് കേട്ടോ. 2000-ന് ശേഷം പുള്ളി ചെയ്ത സിനിമകളൊക്കെ നല്ല തോൽവിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു തിരിച്ചുവരവിനായിരിക്കും പുള്ളി ഈ ഒരു സിനിമ ഇപ്പം വരുന്നത്. കുറേ ഗ്യാപ്പിന് ശേഷമാണ്. എനിക്കൊന്ന് 2010-11 ശേഷം ഇപ്പോഴാണ് പുള്ളിയുടെ ഒരു സിനിമ വരുന്നത്. ഒരു ടെംപ്ലേറ്റഡ് സൈക്കോ ക്രൈം ത്രില്ലറാണ്. ട്രെയിലർ കണ്ടാലേ മനസ്സിലാവും. 2018 രാക്ഷസം മുതൽ ഇപ്പോൾ ഇന്നലെ വരെ കണ്ടിട്ടുള്ള സകല ക്രൈം ത്രില്ലർ സിനിമകളുടെയും അതുപോലെ പിടിക്കുക നോക്കി പടച്ചു വിട്ട ഒരു ഒന്നാം തരം തോൽവി സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പേര് DNA എന്താണ്, ഒരു പഞ്ചുള്ള പേരാണ്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഈ സിനിമയ്ക്ക് DNA എന്ന് പേരിട്ടെന്ന് നമുക്കൊരു പട്ടിക്കുഞ്ഞിന് പോലും മനസ്സിലാവത്തില്ല. അങ്ങനത്തെ ഒരു പേര്, ഒരു കാര്യമില്ലാത്തൊരു പേര്, നല്ലൊരു പേര് ചുമ്മാ കൊണ്ടൊരു കാര്യമില്ലാത്ത പടത്തിനെ കൊണ്ട് കുളവാക്കി. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഇൻസിഡൻ്റ് ഒക്കെ കാണിക്കുന്നു, പിന്നെ കഥയിലേക്ക് ഇറങ്ങുന്നു, ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്നു. ടെംപ്ലേറ്റഡ് സാധനം അതൊക്കെ കുഴപ്പമില്ല. ടെംപ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ ഹിറ്റും ആയിട്ടുള്ളത്. മലയാളത്തിൽ ഇപ്പോൾ തലവൻ പോലത്തെ സിനിമകളൊക്കെ ഒരു പരിധി വരെ ടെംപ്ലേറ്റഡ് ആണ്. പക്ഷേ ഇവിടെ അത് കഴിഞ്ഞിട്ടൊരു ഐറ്റം ഡാൻസ് വരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു റൊമാൻറ്റിക് ട്രാക്ക് വരുന്നു. എന്ത് കാര്യത്തിനെന്ന്. പിന്നെ ഇതിൽ നായകൻ്റെ കുറേ മാസൊക്കെ ഉണ്ട്, ഫസ്റ്റിലൊരു ഫൈറ്റൊക്കെ ഉണ്ട്, കിടിലൻ സാധനമാണ്. പക്ഷേ കോമഡി ആയിട്ടുണ്ട്. പിന്നെ അഷ്കർ സൗദാനെ പറ്റി പറയാനാണെങ്കിൽ അഷ്കർ സൗദാനും റായി ലക്ഷ്മിയും രണ്ടുപേരും നല്ല അമേച്വറിഷ് പെർഫോമൻസ് ആണ്. പുള്ളിക്കാരി കുറേ നാളിന് ശേഷമാണ് മലയാളത്തിൽ ഇടുന്നത്, പക്ഷേ ഒന്നിനും കൊള്ളാത്ത പെർഫോമൻസ്. അഷ്കർ സൗദാനെ പറ്റി പറയാനാണെങ്കിൽ പുള്ളിയുടെ സൗണ്ടൊക്കെ ഒരു ഗാംഭീര്യമുണ്ട്, പക്ഷേ അത് സിനിമയ്ക്ക് പറ്റത്തില്ല. സീരിയലിന് ഓക്കെ. ഇപ്പോൾ ശോഭി തിലകൻ സിനിമയിൽ എന്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നില്ല, സീരിയലിലാണല്ലോ പുള്ളി കൂടുതൽ. അതുപോലെയാണ് ഈ മച്ചാൻ്റെ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി സീരിയലിലൊന്ന് ട്രൈ ചെയ്താൽ സെറ്റായിരിക്കും. ആ ഒരു ബാസൊക്കെ വോയിസൊക്കെ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് എക്സ്പ്രഷൻ പ്രത്യേകിച്ച് കേട്ടോ സീരിയലിന് പറ്റിയതാണ്. അറ്റ്ലീസ്റ്റ് പുള്ളി സൗണ്ട് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റെങ്കിലും ആവാം സീരിയലിൽ, അത് ഉറപ്പാണ്. പിന്നെ പെർഫോമൻസ് വേറെ കുറേ പേര് സിനിമയിലുണ്ട്, ഒരു കാര്യമില്ല. അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ പറയില്ല, മൊത്തത്തിൽ ഈ സിനിമയെ തന്നെ ഒരു കാര്യമില്ല. റിവ്യൂ ചെയ്യേണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ മൊത്തം ഇരുന്ന് കണ്ടത്. പിന്നെ ലെങ്ത്, ഒടുക്കത്തെ ലെങ്ത്, 2 മണിക്കൂർ 35 മിനിറ്റ്. അത് ഈ സിനിമയൊക്കെ ഇരുന്ന് കണ്ട എനിക്ക് തന്നെ ഞാൻ ഒരു അവാർഡ് നൽകുവാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കും എന്താ പറയുക, കൃത്യം സീരിയൽ ടൈപ്പ് എല്ലാം. മൊത്തത്തിൽ ഇതൊരു സീരിയലായിട്ട് ഒരു 10 എപ്പിസോഡുള്ള ഒരു മിനി സീരിയലായിട്ട് ഏഷ്യാനെറ്റിൽ ഇറക്കിയിരുന്ന കുറച്ചുകൂടെ രസമായേനെ. കൃത്യമായിട്ടും കട്ടൊക്കെ കാണണം. മറ്റേ പല പല രൂപങ്ങളൊക്കെ നായകൻ മാസ് കാണിക്കുമ്പോൾ സ്ക്രീനിൽ വരുന്നു, അങ്ങനത്തെ കട്ട്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ മറ്റേ ഭക്തി സീരിയലിനൊക്കെ ഇടുന്ന മ്യൂസിക് 1.5x ഇട്ട പോലെ ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ല. കൊലപാതകം കാണിക്കുമ്പോഴും അതിൻ്റെ മെത്തേഡ് കാണിക്കുമ്പോഴും ഒന്നും ഒരു ഇതുമില്ല. പിന്നെ ഇവർ തന്നെ ഇതിൽ മറ്റേ ഡിസ്കോ രവീന്ദ്രൻ്റെ ക്യാരക്ടറെ കൊണ്ടുവന്നിട്ട് ദ കില്ലർ ഈസ് ആൻ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവർക്ക് തന്നെ മനസ്സിലാക്കാണ്, നമുക്കൊന്നും തോന്നത്തില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും എന്തെങ്കിലും തോന്നിക്കോട്ടെ എന്ന് കരുതിയായിരിക്കും. അങ്ങനെ ടോട്ടലി പറയാനാണെങ്കിൽ പ്രേക്ഷകർക്ക് പുല്ല് വില കൊടുത്ത് ഇന്നത്തെ കാലത്ത് ഇത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ വരുമ്പം ആ ജോണല്ല ടെംപ്ലേറ്റ് ഒക്കെ പിടിച്ചോട്ടെ, പക്ഷേ സ്ക്രീൻ പ്ലേ ഒന്ന് ടൈറ്റ് ആക്കണം. അല്ലാതെ കാണുന്ന പ്രേക്ഷകരെന്തും വിഴുങ്ങിക്കോളും എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ പടങ്ങൾ പടച്ചുവിടാതിരിക്കുക. എനിക്ക് ടോട്ടലി നിരാശ സമ്മാനിച്ച സിനിമയാണ്. ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 1/5 ആണ്.